പാർട്ടിയും എൽ ഡി എഫും ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തി എൽ ഡി എഫിൻ്റെ വിജയസാധ്യതയെ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയതാണ്. അതിൽ തന്നെയാണ് ഞങ്ങളിപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതെ അതെ, അത് ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണല്ലോ. ഒന്ന്, കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായി ഒരു രൂപത്തിലുമുള്ള വികാരം എവിടെയുമില്ല. പിന്നെ എന്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരള ജനത വെറുക്കണം? ഇതിനുകൂടി ഉത്തരം പറയേണ്ടതായിട്ടുണ്ടല്ലോ. അങ്ങനെ വസ്തുതാപരമായിട്ടുള്ളൊരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴുള്ള എക്സിറ്റ് പോൾ എന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, അതിൽ ഒരേജൻസി തമിഴ്നാട്ടിൽ വിജയ അധികാരത്തിൽ വരും എന്നും പറയുന്നുണ്ട്. ആ ഗ്രൂപ്പിലുള്ള മറ്റൊരു ഏജൻസി 3 സീറ്റേ കിട്ടുമെന്നും പറയുന്നുണ്ട്. അപ്പം അത്രയും അധഗജാന്തരമാണ് വിവിധ ഏജൻസികളുടെ തന്നെ നിഗമനങ്ങൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ആൻറ്റി ഇൻകംബൻസി ഇല്ലാത്ത ഒരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല. പൊതുവിൽ ജനങ്ങൾ സംതൃപ്തരാണ്. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിനെ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത എന്തിനില്ലാതാക്കണം എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട്. അറിയില്ല, കാരണം ഇതേ രൂപത്തിലുള്ള എക്സിറ്റ് പോള് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാളും വലിയ സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണമായിരുന്നു. മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുമായിരുന്നു അന്നത്തെ പ്രചരണം. ഓർമ്മയുണ്ടോ എന്നറിയില്ല. കേന്ദ്രവും അതുപോലെ തന്നെ പ്രതിപക്ഷവും ശക്തമായ ആയുധമാക്കിയെടുത്തതാണ്. ആ രൂപത്തിലുള്ളൊരു ആരോപണമൊന്നും ഇപ്പം ഇല്ല. ഒരു കാലഘട്ടത്തിൽ ലാവിലിട്ടായിരുന്നു. അപ്പോൾ ഉയർത്തിക്കൊണ്ട് വന്ന ആരോപണങ്ങൾക്കൊന്നും തന്നെ മേൽവിലാസം കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരൊറ്റ അഴിമതി ആരോപണവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. അല്ല, അതിലിപ്പോ 4 ഏജൻസികളല്ലേ നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ ചില ഏജൻസികൾ LDF അധികാരത്തിൽ വരുമെന്നുള്ളത് ചെറിയ മുൻതൂക്കം LDFനാണെന്ന് മലയാള മനോരമ, മാതൃഭൂമിയൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണുള്ളത്. ജനങ്ങളിൽ നല്ല വിശ്വാസമുണ്ട്. കേരളത്തെ നശിപ്പിക്കുന്നതിൽ, കേരളത്തെ തകർക്കുന്നതിൽ കേരളത്തിലെ ജനത കൂട്ടുനിൽക്കില്ല എന്ന് ഞങ്ങൾക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. ഈ എക്സിറ്റ് പോളുകളുടെ കണക്കെടുക്കുമ്പോഴേ നേരത്തെ വി ഡി സതീശന്റെ പ്രധാന അവകാശവാദം 100+ എന്നായിരുന്നു. പക്ഷെ എവിടെയും ഈ എക്സിറ്റ് പോളിലൊന്നും 100+ കാണുന്നില്ല. അപ്പൊ അതായത് UDF തരംഗം എന്ന ഒരു എക്സിറ്റ് പോൾ 100+ കിട്ടിയിട്ടില്ലെങ്കിൽ രാജിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യം അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, ആദ്യം പറഞ്ഞു, പിന്നീടാണ് അത് മാറ്റിയത്. 100+ എന്നുള്ളതിൽ ആദ്യം നിന്നു, പിന്നെ വനവാസം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒന്നാമത് ഗവൺമെന്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഈ രൂപത്തിലുള്ള അടിപിടിയും നേർച്ച എന്ന് പറയുന്നത് ചില്ലറ നേർച്ചയല്ല. എതിരാളിയായിട്ടുള്ള ആൾക്ക് ഒരു രൂപത്തിലും ജീവൻ നിലനിർത്താൻ പറ്റാത്ത രൂപത്തിലുള്ള ഗൂഢോത്രമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് കെ സുധാകരനെതിരായിട്ട് ഒരു ഗൂഢോത്രം നടത്തി ഓർമ്മ നിങ്ങൾക്ക്? അത് അദ്ദേഹം പറഞ്ഞല്ലോ, KPCC പ്രസിഡന്റായിരിക്കുന്ന സമയത്ത്. ഇപ്പം ഞാൻ അത് കണ്ടുപിടിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ തല പൊട്ടിത്തെറിക്കുമായിരുന്നു. ഇത് കോൺഗ്രസ്സുകാരാണ്. ജ്യോത്സ്യന്മാരെ പിടിച്ചിട്ട് അവർ ജീവിച്ചതാണ്. അങ്ങനെയുള്ള കുറേ ജ്യോത്സ്യന്മാർ അവർക്കുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു വേലത്തിനായിട്ട് മാത്രം നിങ്ങളിതിനെ കണ്ടാൽ മതി. എന്തായാലും കേരളത്തിലെ ജനത LDFനെ വീണ്ടും അധികാരത്തിൽ വരുത്തുമെന്ന കാര്യത്തിൽ നല്ല ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക്. ഈ BJPക്ക് നിലവിൽ സീറ്റുകൾ ലഭിക്കുമെന്ന് ഒരൊറ്റ സീറ്റും കിട്ടില്ല.